ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ ദൈവവചന ചിന്തയ്ക്കായിട്ട് മർക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായം 41-ാമത്തെ വാക്യം, അവൻ ആ 5 അപ്പവും 2 മീനും എടുത്ത് സ്വർഗത്തേക്ക് നോക്കി വാഴ്ത്തി എന്ന് വായിക്കുന്നു. എടുത്ത് വാഴ്ത്തി. അപ്പോൾ ദൈവസന്നിധിയിൽ കർത്താവിൻ്റെ കരങ്ങളിൽ കൊടുത്തു എന്നുള്ളതാണ് അല്ലേ. കൊടുത്തപ്പോൾ കർത്താവ് മേടിച്ച് വാഴ്ത്തി. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന വേദനകളും പ്രയാസങ്ങളും, ബിസിനസ്സിൽ നല്ല അനുഗ്രഹപ്പെട്ട നിലയിൽ മുന്നോട്ട് പോയി ചില പരാജയങ്ങൾ സംഭവിച്ചു പോയി, തലമുറയ്ക്ക് വിദ്യാഭ്യാസം കൊടുത്തു, അവർ ഉന്നതമായ വിജയത്തിൽ ജയിച്ചു വന്നു, പക്ഷെ ഒരു ജോലിയില്ലാതെ ഭാരപ്പെടുന്നു. ദൈവസന്നിധിയിൽ നമുക്കുള്ളതിനെ, നമ്മുടെ പ്രയാസങ്ങളെ, നമ്മുടെ വേദനകളെ, നമ്മുടെ ഭാരങ്ങളൊക്കെ കർത്താവിൻ്റെ കരങ്ങളിലോട്ടൊന്ന് കൊടുക്കാമോ? ദൈവം അതിനെ വാഴ്ത്തി അനുഗ്രഹിച്ചു തരും. നമ്മുടെ രോഗക്കിടക്കുകളെ മാറ്റിവരിക്കുന്ന ഒരു കർത്താവാണ്. ആരുടെയും മുമ്പിൽ ലജ്ജിതനാകാനോ പരിഹാസ വിഷയമാകാനോ ദൈവം നമ്മളെ അനുവദിക്കത്തില്ല. ഒരു വേള രോഗമായി ക്ഷീണമായി കിടന്നെന്ന് വെച്ചാൽ നമ്മൾ സൗഖ്യത്തോടെ എഴുന്നേൽപ്പിക്കുന്ന ഒരു യേശു കൂടെ ഉണ്ടല്ലോ. കർത്താവ് പറഞ്ഞല്ലോ, ഞാൻ നിൻ്റെ കൂടെ ഉണ്ടെന്ന് അല്ലേ. അപ്പോൾ കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. ആ ജനത്തെ, അത്രയും ജനത്തെ പട്ടിണിക്ക് വിടാൻ ദൈവത്തിന് മനസ്സ് വന്നില്ല. മനസ്സലിവുള്ള ദൈവം, ദയയുള്ള ദൈവം, കരുണയുള്ള ദൈവം, നല്ല സ്നേഹമുള്ള ദൈവം അല്ലേ. അവർക്ക് ദൈവത്തിൻ്റെ വചനം മാത്രമല്ല, നമ്മൾ വായിക്കുന്ന ചിലരൊക്കെ പറയാറില്ലേ, സൂപ്പ് സാൽവേഷൻ ആണെന്നല്ലേ. അപ്പോൾ സുവിശേഷം അങ്ങനെയാണെങ്കിൽ കർത്താവ് അവർക്ക് നല്ല വചനങ്ങളെ കൊടുത്തു, നല്ല ആലോചനകളെ കൊടുത്തു. അവസാനം അവർക്ക് നല്ല ഭക്ഷിപ്പാനുള്ള ആഹാരത്തിനുള്ള ക്രമീകരണങ്ങളും കർത്താവ് ചെയ്തിരുന്നു അല്ലേ. അവിടെ ഒരു ബാലകം കൊണ്ടുവന്ന് 5 അപ്പമാണ് കർത്താവിൻ്റെ കയ്യിലോട്ട് കൊടുത്തപ്പോൾ അതിനെ ദൈവം വാഴ്ത്തി അല്ലേ. ആ മീനുകളെയും വാഴ്ത്തി. അങ്ങനെ കൊടുത്തപ്പോൾ അവരെല്ലാം പന്തിയായി ഇരുത്തിയാണ് കൊടുത്തത്. അവരെല്ലാം ഭക്ഷിച്ച് തൃപ്തരായെന്ന 12 കൊട്ട നിറച്ചെടുത്തെന്നാണ് അല്ലേ. ഒരു നിറവിൻ്റെ അനുഭവം വരാൻ പോവുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ അത് സംഭവിക്കാൻ പോവുകയാണ്. നിങ്ങളുടെ നിറവ്, നിങ്ങളുടെ വീട്ടിനകത്തൊരു നിറവ്, നിങ്ങളുടെ തലമുറയിലൊരു നിറവ്, ബിസിനസ്സിലൊരു നിറവ്, ജീവിതത്തിൻ്റെ ആത്മീയ ശുശ്രൂഷയിൽ, ആത്മീയ സഭയിൽ ഒക്കെ ഒരു നിറവുണ്ടാകാൻ പോവുകയാണ് കേട്ടോ. 12 കൊട്ട നിറച്ചെടുത്തതുപോലൊരു നിറവിൻ്റെ അനുഭവങ്ങൾ 2026-ാം ആണ്ടിൻ്റെ ഈ ജൂലൈ മാസത്തിൽ ദൈവപ്രവൃത്തി വെളിപ്പെടുമെന്ന് വിശ്വസിക്കുന്നവർ സ്തോത്രം ചെയ്തുകൊണ്ട് ഈ ദൂത് ഏറ്റെടുത്ത് മഹത്വപ്പെടുത്തട്ടെ. വലിയവനായ ദൈവം നമ്മളെ അതിനായി സഹായിക്കട്ടെ. ഉള്ളത് കർത്താവ് എൻ്റെ ഇതേ ഉള്ളൂ, അത് കർത്താവ് പറഞ്ഞ് എൻ്റെ ആമേൻ. ഒരു ഭരണ എണ്ണയേ ഉള്ളൂ, മതി, അത് മതി. അതേ സ്തോത്രം. 2 വിറകും ഒരല്പം ഒരു പിടി മാവയോട്, അത് മതി. കർത്താവ് പറഞ്ഞത് മതി. അതിലൂടെ ഒരു വർധനവ് കൊടുത്ത ദൈവം ഇന്ന് നിങ്ങളെ വർദ്ധിപ്പിച്ച് അനുഗ്രഹിക്കാൻ ശക്തൻ, കൂടെ ഇരിക്കും, സഹായിക്കും. ഈ ദൈവത്തിൻ്റെ കരങ്ങളിൽ നമ്മളെ സമർപ്പിക്കാം. പരിശുദ്ധ പിതാവേ, മാറ്റമില്ലാത്ത തിരുവേദന അനുഗ്രഹിച്ച് തന്നതിന് സ്തോത്രം. നാമത്തെ മഹത്വപ്പെടുത്തിയാലും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.